കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന അജ്ഞാത മൃതദേഹങ്ങൾ സംസ്കരിച്ചു തുടങ്ങി. 6 മൃതദേഹങ്ങൾ കോർപ്പറേഷൻ സംസ്കരിച്ചു. 2-ാം യൂണിറ്റ് ഫ്രീസറും ഉടൻ സജ്ജമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മോർച്ചറിയിലെ സ്ഥലപരിമിതി 24 വാർത്തയാക്കിയിരുന്നു. നിഖിൽ പ്രമേഷ് കോഴിക്കോടും ചെയ്തു. നിഖിൽ, മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ടൊരു വിഷയം കൂടിയാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? കൂടുതൽ സൗകര്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? സുഹൈൽ, കൂടുതൽ സൗകര്യം ഒരുക്കാനുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ആ വാർത്ത നൽകുമ്പോൾ, അതായത് മൃതദേഹങ്ങൾക്കും ഒരു നീതി കിട്ടേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ആംഗിൾ. കാരണം ദിവസങ്ങളോളം ഇങ്ങനെ മോർച്ചറിയിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ സംസ്കരിക്കാതെ കിടക്കുക, കൂടുതൽ മൃതദേഹം വരികയാണെങ്കിൽ അത് പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം നമുക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു 18 മൃതദേഹങ്ങൾ വരെയാണ് ഒരേ സമയം അവിടെ നിലനിർത്താൻ കഴിയുക. അത് കൂടുതലാകുമ്പോൾ സ്ഥലപരിമിതി വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കും. പിന്നീട് അത് ജീർണിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരാഴ്ചക്കകം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സംസ്കരിക്കുന്ന നടപടികളിലേക്ക് കോർപ്പറേഷൻ അടക്കം കടന്നു. അങ്ങനെ ഇപ്പോൾ 6 മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഇത് അജ്ഞാത മൃതദേഹങ്ങളാണ്. അതായത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്ന് പല കേസുകളിൽ പെട്ട് ഇവിടെ എത്തുന്ന ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മൃതദേഹങ്ങളാണ്. അതിൽ 6 എണ്ണം കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുത്ത് ഇപ്പോൾ സംസ്കരിച്ചു. ഇനിയിപ്പോൾ 10 മൃതദേഹങ്ങളാണ് അവശേഷിക്കുന്നത്. അതും അധികം വൈകാതെ തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കി സംസ്കരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഫ്രീസറിന്റെ, അതായത് പ്രവർത്തനരഹിതമായി കിടക്കുന്ന മറ്റൊരു ഫ്രീസർ ഉടൻ തന്നെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇത് നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ മലബാറിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ആളുകൾ ചികിത്സ തേടി ഇവിടെ എത്തുന്നതാണ്. അത്യാസന്ന നിലയിലുള്ള രോഗികളൊക്കെ അവിടെ എത്തുന്നു. വളരെ വേഗത്തിൽ ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന ഒരു ആതുരാലയം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ എത്താറുണ്ട്. ഇപ്പോൾ ഈ മരണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതേ തുടർന്നാണ് മോർച്ചറിയിൽ ഇത്തരത്തിലുള്ള ഒരു പരിമിതി ഉണ്ടായതും അത് നമ്മൾ വാർത്തയാക്കിയതും. എന്തായാലും അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. സുഹൈൽ, എന്തായാലും ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും അവകാശങ്ങളുണ്ട്. ഡീസന്റ് എക്സ്പോഷർ ടു ഡെഡ് ബോഡി, അതൊരു റൈറ്റ് കൂടിയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ വാർത്തയാക്കിയതിന് പിന്നാലെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അത് കൂട്ടാൻ, അത് ഉയർത്താൻ നടപടികളടക്കം വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.